എല്ലാ മേഖലയിലും വളർച്ചയ്ക്കുള്ള വഴികാട്ടിയാണ് ബജറ്റ് എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. കേരളത്തിന്റെ വളർച്ചയെ കുതിപ്പെന്ന് വിളിക്കാൻ കഴിയും. ക്ഷേമ പെൻഷനിൽ ഇത്രയും ചെയ്യാനായത് തന്നെ വലിയ നേട്ടമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ബദൽ രാഷ്ട്രീയത്തിന്റെയും ബദൽ വികസനത്തിന്റെയും പാത ഒരുക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ LDF ഗവൺമെന്റിനെ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് എല്ലാ തരത്തിലും ശ്വാസം മുട്ടിക്കുമ്പോൾ, സാമ്പത്തികമായ വിരോധം കൊണ്ട് ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു മുമ്പിൽ മുട്ടുകുത്താതെ തലകുനിക്കാതെ നാടിനെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കുതിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചത്. നിസ്സംശയമായി ബജറ്റ് അതിൻ്റെ പക്ഷപാതിത്വം വിളിച്ചറിയിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനിൽ ഇത്രയും ചെയ്യാനായത് വലിയ കാര്യമെന്ന് അദ്ദേഹം പറയുമ്പോൾ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടത് ജനങ്ങളാണ്. അതെ, ജനങ്ങൾക്ക് എന്താണ് ബജറ്റിനെ പറ്റി പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഈ ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? കൂട്ടാതിരിക്കുന്നതാണ് നല്ലത് അഭിപ്രായത്തിൽ. കാരണം ഉള്ളത് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കാനാണ്. കൂട്ടുമ്പോൾ അത്രയും കൂടെ ബാധ്യത സർക്കാർ വരും. കൂട്ടാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അതുപോലെ ഈ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ആൻഡ് 15 മാസമായി മുടക്കിയിട്ട് ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഞങ്ങൾ അടച്ച കാശാണ്, അതെങ്കിലും കിട്ടുന്നത്. അത് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതുകൊണ്ടൊക്കെ മരുന്നൊക്കെ മേടിക്കുന്നു, പണിക്കൊന്നും പോകുന്നില്ല. എന്നൊക്കെ കഴിയും. ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് വിചാരിച്ചായിരുന്നോ? നേരത്തെ വാർത്ത പറഞ്ഞു, കൂട്ടിയിട്ടില്ല. ഇറങ്ങുന്നതിന് മുമ്പ് 2000 രൂപ ആക്കുമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കാവിലെത്തി വരത്തില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എത്രയൊക്കെ ചെയ്തു എന്നാണ് അവർ ഉത്തരം നൽകുന്നതല്ലേ? അതെ.